ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പ്രിൻസസ് കട്ട് കുർത്തിയുടെ പാറ്റേൺ ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. എപ്പോഴും ഇതുപോലെ പേപ്പറിൽ ഒരു പാറ്റേൺ നമ്മളുടെ സൈസിലുള്ളത് കട്ട് ചെയ്ത് വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ കട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കാം. ഇതിൽ ഞാൻ സൈസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സൈസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇത് ചെസ്റ്റ് വന്നിട്ട് 38, വേസ്റ്റ് 34, ഹിപ്പ് 40, ഷോൾഡർ 14, അങ്ങനെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാ പോയിൻറ്റും ഞാൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനി ആദ്യമായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. ഇത് ഹിപ്പ് കർവ് വെച്ചിട്ട് സ്കെയിൽ വെച്ചിട്ട് ചെസ്റ്റിന്ന് വേസ്റ്റിലേക്ക് ഇങ്ങനെ വരയ്ക്കുക. ഹിപ്പ് കർവ് പിടിക്കുന്നത് ഇങ്ങനെയാണ് ശ്രദ്ധിക്കുക. അതിനുശേഷം വേസ്റ്റിന്ന് ഹിപ്പിലേക്ക് വരയ്ക്കുമ്പോൾ നമ്മൾ തിരിച്ച് വെച്ച് ഇതുപോലെ വെച്ചിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഹിപ്പിൻ്റെ ആ കർവ് ഷേപ്പ് കിട്ടും. നമ്മളുടെ ഈ ഒരു സൈഡ് വരച്ചു കഴിഞ്ഞു. ഇത് തയ്യൽ തുമ്പടക്കമുള്ള ഇതാണ് വരച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഷോൾഡർ ലൈനിന് നേരെ ചെസ്റ്റ് ലൈനിലേക്ക് നമ്മൾ വരച്ചു. ഇനി നമുക്ക് ഇവിടെ ഷോൾഡർ സ്ലോപ്പ് നമ്മൾ 1/2 ഇഞ്ചാണ് ഇതിൽ കൊടുക്കുന്നത്. 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അതിന് ശേഷമുള്ള ലെങ്ത്തിൻ്റെ നേർപകുതി മിഡ് പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്യുക. ചെസ്റ്റ് ലൈൻ വരെയുള്ള ഇതിൻ്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്യുക. അവിടുന്ന് നമുക്ക് ബാക്ക് ആം ഹോള് ഇങ്ങനെ വരച്ചു തുടങ്ങാം. അപ്പോൾ നമ്മുടെ ബാക്ക് ആം ഹോളാണ് ഈ വരച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബാക്ക് ആം ഹോൾ വരച്ചു കഴിഞ്ഞു. ഇനി ആ മിഡ് പോയിന്റിൽ തന്നെ നമ്മൾ 1/2 ഇഞ്ചിൻ്റെ ഒരു മാർക്കിംഗ് അവിടെ ചെയ്യുക. നമ്മൾ ഫ്രണ്ട് ആം ഹോൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. 3/4 ഇഞ്ച് വരെയാണ് ഫ്രണ്ട് ആം ഹോൾ ഇടാറുള്ളത്. പക്ഷെ ഞാനിതിൽ 1/2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അത് ആവശ്യപ്രകാരം നമുക്ക് വലുതാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഒരിക്കൽ വലുതാക്കി കഴിഞ്ഞാൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് എപ്പോഴും കുറച്ച് നമ്മൾ കട്ട് ചെയ്യണത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്കത് രണ്ടാമതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തരുത്. അതിനാൽ അതൊന്ന് കുറച്ച് കട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്ക് സൈസ് വരുന്നതിൻ്റെ 6 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 3 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ഷോൾഡർ സ്ലോപ്പിങ്ങിൻ്റെ ഈ പോയിന്റിനെ കണക്ട് ചെയ്തു. അപ്പോൾ നമ്മളുടെ ഈ ഒരു സൈഡ് പാറ്റേൺ ശരിക്കും കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ പ്രിൻസസ് കട്ടിന് ഉള്ള മാർക്കിങ് ചെയ്യേണ്ടത്. അതിനായി ഇവിടെ എല്ലാ ഭാഗത്തും ഞാൻ 3.5 ഇഞ്ച് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. 3 ലൈനിൽ 3.5 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യാണ്. മാർക്ക് ചെയ്തു. ഇനി ഈ ആം ഹോൾ ഉണ്ട്, നമ്മുടെ ബാക്ക് ആം ഹോൾ, അതിൻ്റെ പകുതി ആണ് നമുക്ക് ഇതിൻ്റെ അളവ് പിടിക്കേണ്ടത്. നേർപകുതി. ഇതിപ്പോൾ 9 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി നമ്മൾ 4.5 ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക. ഇനി ഈ പോയിന്റുകളെ നമ്മളിങ്ങനെ കണക്ട് ചെയ്യുക. ഇത് ലൈൻ വരയ്ക്കുക. അതുപോലെ താഴത്തേക്ക് അത് ഫുൾ ലൈൻ വരയ്ക്കുക. ഇതുപോലെ ഫുള്ളായിട്ടുള്ള ലൈൻ വരയ്ക്കുക. കാരണം ഇത് ഫുള്ളായിട്ട് നമ്മൾ 3 പാനൽ കട്ട് ചെയ്യാനാണ് പ്രിൻസസ് കട്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് മുകളിൽ നിന്ന് 10 ഇഞ്ചിൽ ഇവിടെ ഒരു മാർക്ക് ചെയ്യുക. ഇവിടുന്ന് നമുക്ക് ടക്ക് തുടങ്ങേണ്ടതാണ്. അപ്പോൾ 10 ഇഞ്ചിൽ അവിടുന്ന് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത് ഒരു 4 ഇഞ്ചിൻ്റെ താഴെയാണ് ഈ മാർക്കിങ്. ഈ സെയിം മാർക്കിങ് തന്നെ എത്രയാണോ അവിടുത്തെ ഡിഫറൻസ് അത് താഴത്തും വരയ്ക്കുക. ഇനി 1/2 ഇഞ്ച് വീതം ഇവിടെ 2 പോയിന്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ 1/4 ഇഞ്ച് വീതം 2 പോയിന്റ് മാർക്ക് ചെയ്യുക. 2 സൈഡിലും 1/4 ഇഞ്ച്. ഇത് നമുക്ക് ഇവിടുത്തെ ടക്കിടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇവിടുത്തെയും ടക്കിന് പകരം നമ്മളത് കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഇനി ആ പോയിന്റുകൾ തന്നെ ഇങ്ങനെ ജോയിൻ ചെയ്യുക. ഇത് നമുക്ക് കട്ട് ചെയ്യാനുള്ള പോയിന്റാണ്, മാർക്കിംഗ് ആണ്. ഇതിലെയാണ് നമ്മൾ കട്ട് ചെയ്ത് പോവുക. ഈ റെഡ് ലൈനിൽ കൂടിയാണ് നമ്മളിത് കട്ട് ചെയ്ത് പോകുന്നത്. ഇനി അടുത്തതായിട്ട് ഇവിടെ ഒരു 1.5 ഇഞ്ചിൻ്റെ മാർക്ക് ചെയ്യുക.
അതുപോലെ താഴത്തേക്ക് 2 ഇഞ്ചിൻ്റെ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ 2 പോയിന്റിനെയും കൂടിയിട്ട് 2 ഇഞ്ച്, അതുപോലെ ഇത് 1.5 ഇഞ്ച്. ഇനി നമുക്കിതിനെ കർവ് ഷേപ്പാക്കി മാറ്റാം. ഇങ്ങനെ കർവ് ഷേപ്പാക്കി മാറ്റുക. ഇനി ആ കർവ് ഷേപ്പിൽ നിന്ന് നമ്മൾ ഇപ്പുറത്ത് 4 ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ടുണ്ട് ആം ഹോളിലേക്ക്. ആ ആം ഹോളിലേക്ക് ഇതിങ്ങനെ കണക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ പ്രിൻസസ് കട്ടിനുള്ള മാർക്കിങ് കഴിഞ്ഞു. ഇനി ഈ റെഡ് ലൈനിൽ കൂടി നമ്മൾ ഇത് കട്ട് ചെയ്ത് പോകും. ഇത് നമ്മൾ ഫ്രണ്ട് പാനലിലാണ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ബാക്ക് പാനലിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ മാർക്ക് ചെയ്യില്ല. ബാക്ക് പാനലിൽ നമ്മൾ ആ കൂടി ഒരു ടക്ക് മാത്രമേ ഉള്ളൂ. ഇത് ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ഈ ഭാഗം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിൽ, അതായത് നമ്മുടെ കട്ട് ചെയ്ത് പോകുന്ന ഭാഗത്ത് ആണ് നമുക്ക് ഇതിൻ്റെ സീം അലൗൺസ് ഇടേണ്ടത്. കാരണം അത് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഈ 2 സൈഡിലും ഇടേണ്ടത്. ഇത് നമ്മൾ അഡീഷണൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ എത്ര തയ്യൽ തുമ്പിട്ടാലും ഇത് യോജിക്കില്ല. ഇത് കറക്റ്റായിട്ട് യോജിക്കണമെങ്കിൽ ഇവിടെ തന്നെ 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് അത് വേണം നമ്മൾ യോജിപ്പിക്കാൻ. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇതിൽ നമ്മൾ ബാക്ക് ആം ഹോളിൻ്റെ ആ പാറ്റേൺ ഇത് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് ആം ഹോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്യില്ല. അതിൽ നമ്മൾ ഇത് വെച്ചിട്ട് തന്നെയാണ് ഇത് കട്ട് ചെയ്യണത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഇതിൽ നമ്മൾ 1/4 ഇഞ്ച് സീം അലൗൺസ് ഈ സൈഡിൽ മാത്രം തന്നെ വയ്ക്കാൻ പറ്റുള്ളൂ. അതുപോലെ ബാക്ക് പാനലിൽ നമ്മൾ ഈ ടക്ക് മാത്രം ഇടുക. ഈ ടക്ക് നമ്മൾ ഒരിക്കലും ഇടില്ല. ബാക്ക് പാനലിൽ നമുക്ക് ഷേപ്പ് വേണമെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതായത് ഇതിൻ്റെ മിഡിൽ ലൈനിൽ കൂടെ കട്ട് ചെയ്ത് നമുക്ക് ജോയിൻ ചെയ്യാം പാനൽ. പക്ഷേ ബാക്കിൽ ഒരിക്കലും നമ്മളിതിൽ മോളിൽ കൊടുത്തിട്ടുള്ള ടക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല, കൊടുക്കാൻ പാടില്ല. ഇത് നമുക്ക് ചെസ്റ്റിൻ്റെയും വെസ്റ്റിൻ്റെയും ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ 2 ടക്ക് ആയിട്ട് കൊടുക്കുന്നത്. അത് കറക്റ്റായിട്ട് റെഡ് ലൈനിൽ കൂടി തന്നെ കട്ട് ചെയ്ത് കൊണ്ടുപോവുക. മുകളിലത്തെ പീസ് ഇതുപോലെ മുകളിലത്തെ ലൈനിൽ കൂടി കട്ട് ചെയ്ത് പോവുക. ഷോൾഡർ സ്ലോപ്പിംഗ് എല്ലാം കട്ട് ചെയ്ത് കളയുക. ഇപ്പം നമ്മളുടെ മിഡിൽ പാനലിൻ്റെ പീസ് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇതുപോലെ തന്നെ സൈഡ് പാനലിൻ്റെയും പീസ് കട്ട് ചെയ്യുക. ഇതിൻ്റെ സൈഡിൽ ഇപ്പോൾ നമ്മൾ 1/2 ഇഞ്ചാണ് സീം അലൗൺസ് ഇട്ടിട്ടുള്ളത്. അതായത് ഈ ഭാഗത്ത് ഈ കട്ട് ചെയ്യുന്ന ഭാഗത്ത് അവിടെ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സീം അലൗൺസ് കൂട്ടിയിടാം. 1 ഇഞ്ച് സീം അലൗൺസ് വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടം പോലെ. സാധാരണ എങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, കാരണം അവിടെ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അതാവും. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഷേപ്പ് മനസ്സിലായി. ആ ഇടഭാഗം നമ്മൾ ടക്ക് ഇടുന്ന അത്രയും ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞത്. ടക്ക് ഇടുന്നതിന് പകരമാണ് ചെയ്യണത്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഇതുപോലെ വെച്ചിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്യാൻ. കാരണം ഇപ്പോഴാണ് 2 സൈഡിലും നമ്മളുടെ കട്ട് ചെയ്ത പോയി ഭാഗത്താണ് നമ്മൾ 4 ഇഞ്ച് വെച്ച് ഇതിന് സീം അലവൻസ് ഇടേണ്ടത്. അവിടെ തയ്യൽ തുമ്പ് ഇടണം. ഇനി നമുക്കിതിൻ്റെ ബാക്കി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.